ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ സുന്ദർബാനിലേക്ക് പോകാട്ടോ. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. പാക്ക് ആയിട്ട് എല്ലാവരും പോകാൻ നിൽക്കുക. ഇവിടെ ഗെയിംസ് സ്പോർട്സ് ഒക്കെ നടക്കും. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അവയാണൊന്നും കാണിക്കായിരുന്നു. ഇവിടെ അപ്പടി മെനകെട്ട് കിടക്കും. ഇത് നോക്കിയേ, ബംഗാൾ ടേബിൾ ടെന്നീസ് അക്കാഡമി. നമ്മൾ സ്റ്റേ ചെയ്ത ഇവിടെയാട്ടോ. നമ്മൾ സ്റ്റേ ചെയ്ത ഹോസ്റ്റൽ ചെയ്ത സ്റ്റേറ്റ് യൂത്ത് ഹോസ്റ്റൽ, ഗവൺമെൻറ് ഓഫ് വെസ്റ്റ് ബംഗാളിൻ്റെ ആട്ടോ. പൊക്കി പറയണമെന്ന് വിചാരിക്കല്ലോ, ഒരു വകയ്ക്ക് കൊള്ളൂല. ഡോർമെട്രി കുഴപ്പമില്ല, ടോയ്ലറ്റൊക്കെ വെറും വൃത്തിയുടെ പരിസരമൊന്നും ഒരു കൊള്ളത്തില്ല. അവിടെ പിള്ളേരൊക്കെ അതെ ഇതിനൊന്ന പിള്ളേരൊക്കെ ഇവിടെ നിൽക്കണം. केरला, हाँ केरला से। आपका चैनल का नाम क्या है? फूट रिकॉर्ड्स, फूट FOOT, फूट रिकॉर्ड चेक करो, ठीक है। आप लोग फुटबॉल खेलते हैं? कबड्डी क्या खेलते हैं? कबड्डी। ओके, हो गया कंपटीशन, हो अभी होगा। अच्छा, ऑल द बेस्ट। वीडियो अपलोड करेंगे? हाँ, अपलोड करेंगे चैनल में। अभी नहीं, मेरे वापस जाने के बाद। अभी 10 दिन है इधर। चैनल का नाम फूट रिकॉर्ड्स, मलयालम में होगा, उसमें सबटाइटल मिलेगा आपको। ഇത് സോൾട്ട് ലേക്ക് സ്റ്റേഡിയം ആട്ടോ, കൽക്കട്ട സോൾട്ട് ലേക്ക് സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിൻ്റെ ഡോർമെട്രിയിലാണ് നമ്മൾ താമസിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഈഡൻ ഗാർഡൻ ആട്ടോ. നമ്മൾ വിചാരിച്ച അവിടെയൊക്കെ ആയിരിക്കുന്നു, പക്ഷേ ഇവിടെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. ഗവൺമെൻറ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബസ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സുന്ദർബാനിൽ പോവാം, അതിൻ്റെ ബസ്സാട്ടോ അതൊക്കെ. ഓ, അങ്ങനെ സാറിൻ്റെ ക്യാമറ വെളിയിൽ വന്നല്ലോ. ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നെ. மேடம் இருக்காங்களா, அவங்க ஒரு போட்டோ ப்ளாகர் மேடம் ஒரு கேரளாலேருந்து அவங்க வந்திருக்காங்க. நான் தமிழ்நாட்டிலேருந்து வந்திருக்கேன். இந்த பஸ் எல்லாம் மூவாக இருப்பாரு. അത് നമ്മളൊന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ടൈം അപ്പം നമ്മൾ ഖട്കലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബസ്സിലൊക്കെ എല്ലാവരും ഇറങ്ങി. ഇനി എങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ബോട്ട് കയറിയിട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം ബോട്ട് കയറാൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ബോട്ടിൽ കയറിയിട്ടാണ് നമ്മൾ സ്റ്റേയിലേക്ക് പോവാം. നമ്മൾ സുന്ദർബാനിലെത്തിയിട്ടില്ല, സുന്ദർബാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ കണ്ടലുണ്ടല്ലോ. അങ്ങനെ നമ്മൾ സുന്ദർബാൻ റിവറിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് സുന്ദർബാൻ റിവർ. ഇവിടെയൊക്കെ കണ്ടൽക്കാടാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയിട്ട് പോകുന്നതാണ്. നമ്മൾ ബോട്ടിൽ കയറാൻ പോവാട്ടോ. കൃഷ്ണനാരായൺ, MV കൃഷ്ണനാരായൺ. ബോട്ടിൻ്റെ പേരാണോ ഓണറിൻ്റെ പേരാണോ? ജോയി.
ബോട്ടിൽ കയറുവാ. അവിടെ ഒരു വള്ളം വന്നിട്ടുണ്ട്. ഇത് യാത്രക്കാരാണോ ടൂറിസ്റ്റ് ആണോ അറിയില്ല. ഈ സുന്ദർബാൻ റിവറാട്ടോ. നമ്മള് കുറച്ചു നേരം കഴിഞ്ഞ് ബോട്ടിൽ കയറിയിട്ടുണ്ട്. എല്ലാരും ഹായ് ഒക്കെ പറഞ്ഞോ. ഓ സൂപ്പർ വ്യൂ. ഓരോ ബോട്ടുകളൊക്കെ നീങ്ങിയിട്ടാണ്. ആ ബോട്ട് സ്റ്റാർട്ട് ആവണില്ലേ? നമ്മളല്ല നമ്മളെ നാട്ടുകാർ മാത്രം പഠിച്ചാൽ മതി. ഇത് നമ്മുടെ ടീമാട്ടോ ഈ ബോട്ടില് പോണ. അപ്പൊ ഇവര് നമുക്കൊരു സ്നാക്സ് ഒക്കെ തന്നു കേട്ടോ. നമ്മളതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അതെ. ഇന്നിവിടെ മറ്റേ ബോട്ടുകൾ രണ്ട്. ഇതെല്ലാം കണ്ടൽക്കാടാട്ടോ. ഇത് ഫുള്ള് കണ്ടൽക്കാടാട്ടോ. അവിടെ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്. കുറെ പിള്ളേരെ അവിടെ നിന്ന് കളിക്കുന്ന. അത് നോക്കിയോട്ട് വലിയൊരു വെള്ളം. എത്ര വലുതാന്ന് നോക്ക. കരയില് കയറ്റിയിട്ടേക്കുവാ. കേട്ടോ നമ്മുടെ കേട്ടോ നമ്മുടെ ബോട്ടിന്റെ ഡ്രൈവർ ക്യാബ് ഇതാട്ടോ നമ്മുടെ ഡ്രൈവർ പയ്യ.
नाम नाम क्या है? हाँ? ओ बंगाल का, इधर का ये, इधर का आदमी है। हाँ പേരെന്താണ്? ഹാരിസ് ഹാരിസ്. എവിടെന്നാ? വയനാട് സുൽത്താൻ ബത്തേരി. ഓ ഇതാരോ? ഫൈസൽ, വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലാണ്. ഓക്കെ. വളരെ അടിപൊളി ഒരു ടൂറായി മാറി നമ്മുടെ കൽക്കത്ത ടൂറ്. സാറിന്റെ പേരോ? സത്യശീലൻ, കൊല്ലം. കൊല്ലം. എത്ര വയസ്സുണ്ട്? 74 വയസ്സുണ്ട്. സാറോ? സാറിന് എത്ര വയസ്സായി? 75. ഒരു വയസ്സ് കൂടുതല്. ഓ എവിടെന്നാ? ഷൊർണൂര്. പേര്? ലക്ഷ്മണൻ. നിങ്ങളെ ഹായ് പറഞ്ഞെങ്കിൽ പറയാട്ടോ. എല്ലാരും ഹായ് പറഞ്ഞു. നിങ്ങളെ കാണിച്ചില്ലെന്ന് പറഞ്ഞല്ല. എല്ലാരും ഹായ് ഒക്കെ പറഞ്ഞേ. റെഡി ആയിരിക്കുമ്പോ എടുക്കാന്ന് പറഞ്ഞേ. അന്നക്കിളി എല്ലാം പറയാനുണ്ടോ? അനിത ചേച്ചിയുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറയാം, എല്ലാവരും അനിത ചേച്ചിയുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനലിന്റെ പേര് പറ. ചാനലിന്റെ പേര് മൂത്ത് റെക്കോർഡ്സ്. ചൂടായി അത് ചാനൽ പേര് ഇതിന്റെ അപ്പൊ സുന്ദർബാൻ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് മാംഗ്രോവ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 കിലോമീറ്റർ സ്ക്വയർ ആണ്. അതായത് 3,900 സ്ക്വയർ MI ആണ് ഇതിന്റെ വിസ്തീർണം. ഇതിനകത്ത് 102ഓളം തുരുത്തുകൾ മാത്രമുണ്ട്. പല തുരുത്തുകളായിട്ടുണ്ട്. പിന്നെ ഇത് ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന റിവർ, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡെൽറ്റ ഫോർമേഷൻ ആട്ടോ. ബേ ഓഫ് ബംഗാളാണിത്, ബംഗാൾ ഉൾക്കടൽ. ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഇതാട്ടോ. ഇത് ബംഗ്ലാദേശ് അതിർത്തിയാണെന്നുള്ള പറയുന്നുണ്ട്. പിന്നെ ഇവിടെ വൈൽഡ് റിസർവ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ബംഗാൾ ടൈഗർ ഒക്കെ ഉണ്ട്. ബംഗാൾ ടൈഗർ ഒക്കെ ഉള്ള ഫോറസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1,33,010 കിലോമീറ്റർ ആണ് കേട്ടോ. അതിനകത്ത് 55% ഫോറസ്റ്റ് ആണ്. ബാക്കി 45% വെറ്റ്ലാൻഡ് ആണ്. അതായത് റിവർ, കനാല് അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട്. പിന്നെ ഇത് മൺസൂൺ റെയിൻ ഫ്ലഡിങ് ഒക്കെ തടയുന്ന അതൊക്കെയാണ് കേട്ടോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ. ഈ മാംഗ്രോവ് ഫോറസ്റ്റ് ഉള്ള കാരണം ഫ്ലഡ് തടയാനും ഡെൽറ്റ ഫോർമേഷൻ, ടൈഡിന്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാനും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ കണ്ടൽക്കാട് നമുക്ക് വേണ്ടിയിട്ട്, പ്രകൃതി നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു മെയിൻ ഡീറ്റെയിൽസ് ഉള്ളത്. ഇപ്പൊ ഒരുപാട് നേരമായിട്ടോ നമ്മള് കേറിയിട്ട്. ഇതുവരെ നമ്മള് സ്റ്റേയിൽ എത്തിയിട്ടില്ല. നമ്മളിപ്പൊ തീരും വിചാരിക്കും ഭയങ്കര വാസ്റ്റ് ആയിട്ട് കിടക്കും കേട്ടോ. അങ്ങനെ ഇന്ത്യയിലെ ടോട്ടൽ മാംഗ്രോവ് ഫോറസ്റ്റിന്റെ 66% ബംഗ്ലാദേശിലാട്ടോ. ബാക്കിയാണ് ഇന്ത്യയിലെ ബാക്കി സ്ഥലങ്ങളിലെല്ലാം കൂടിയാണ് ബാക്കി 34% കിടക്കുന്നത്. അപ്പൊ അത്രയും വലിയ മാംഗ്രോവ് ഫോറസ്റ്റ് ആണ് ഇത്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആണ്. ഇതാണ് കേട്ടോ നമ്മുടെ കടവ്. നമ്മളങ്ങനെ ഒരു കടവിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ കടവെത്തിയിട്ടോ നമ്മൾ ഇറങ്ങുവാണ്.
അങ്ങനെ നമ്മൾ കടവിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ബോട്ട് തന്നെ. ഇവിടെ കുറെ ബോട്ടൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ കടവ്. ഇതാണ് നമ്മൾ വന്ന ബോട്ട്. ഇനി നമ്മൾ സ്റ്റേയിലേക്കാട്ടോ പോകുന്നത്. നാളെയാണ് നമ്മുടെ മാംഗ്രോവിൽ കൂടെയുള്ള ബോട്ട് സഫാരി. നാളെയാട്ടോ. ഇവിടെ സ്റ്റോളൊക്കെ ഉണ്ട്. ഈ സുന്ദർബാൻ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആട്ടോ, സുന്ദർബാൻ ഫോറസ്റ്റ്. ഇതാട്ടോ നമ്മുടെ ഹോട്ടലിലേക്ക് പോണ വഴി. ആ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പഞ്ചൻ നിഖിൽദാസ് ആൻഡ് ബ്രദേഴ്സ്. നിഖിൽദാസ് ആൻഡ് ബ്രദേഴ്സിൻ്റെ ഹോട്ടലാട്ടോ. രണ്ട് സൈഡിലും വെള്ളമൊക്കെയാ. ഇവിടെ ബംഗാളി കൾച്ചറൽ പ്രോഗ്രാം നടക്കുവാട്ടോ. Asal
नहीं करो यार